പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജി മുഹമ്മയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കൊച്ചു കലാകാരനെയാണ്. ആര്യക്കര AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അഭിഷേക് പുത്തനങ്ങാടി. കഴിഞ്ഞ 3 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വൃന്ദവാദ്യത്തിൽ A ഗ്രേഡ് 1ാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മദ് ഗ്രാമത്തിലെ ആര്യക്കര ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. ആ 3 വർഷവും വൃന്ദവാദ്യത്തിലെ ടീമിൽ പങ്കാളിയായിട്ടുള്ള അഭിഷേക് പുത്തനങ്ങാടി എന്ന വിദ്യാർത്ഥി. അഭിഷേകിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു താളബോധവും ഒരു സംഗീതവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഈ സമയം നമ്മൾക്ക് വേണ്ടി അഭിഷേക് കാഴ്ചവെക്കുമ്പോൾ കാണാം. ആ താള സ്പന്ദനങ്ങളുടെ സംഗീതത്തിൻ്റെ ഉണർവുകൾ പാകുന്ന ആ ശബ്ദധ്വനികളിൽ അഭിഷേക് എന്ന ആര്യക്കര AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയുടെ ആ താളബോധത്തിൻ്റെ താള സ്പന്ദനങ്ങൾ. എൻ്റെ പേര് അഭിഷേക് എസ്. ആലപ്പുഴ ജില്ലയിൽ മുഹമ്മദ് ABHS ആര്യക്കര സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് വൃന്ദവാദ്യത്തിൽ സ്റ്റേറ്റ് വിന്നേഴ്സാണ്. അപ്പം 3 വർഷമായി ഞങ്ങൾ അടുപ്പിച്ച് പോകുന്നു. അപ്പം A ഗ്രേഡ് ഉണ്ട് 3 വർഷം. ഞാൻ ഡ്രംസാണ് വഹിക്കുന്നത്. ഞങ്ങൾ ടോട്ടൽ 7 പേര് ഉണ്ട്. അതിൻ്റെ വീട് മുഹമ്മദ് പുത്തനങ്ങാടി ഏരിയയിലാണ് എൻ്റെ വീട്. പുത്തനങ്ങാടി സമന്യ തകിടിവേലി എന്നാണ് വീട്ടുപേര്. അച്ഛൻ്റെ പേര് സുരേഷ്, ശ്രീജ.
സാറാണ് പഠിപ്പിക്കുന്നത്. സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതിൻ്റെ ക്ലാസ്സൊക്കെ തരുന്നത് അരീക്കര സ്കൂളിലെ തന്നെ ബിപിൻ സാറും അശോക് ടീച്ചറും വേറെ സാറുമാരൊക്കെ കൂടിയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കോർഡിനേഷൻ എല്ലാം ചെയ്യുന്നതൊക്കെ. അപ്പോൾ പ്രോഗ്രാമിനൊക്കെ അവരെല്ലാവരും വരികയൊക്കെ ചെയ്യും. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയിലാണ് ഡ്രംസിങ്ങിനെ ഇങ്ങനെ കാണുന്നതും അങ്ങനെ ഇഷ്ടപ്പെടുന്നതൊക്കെ. അപ്പം അങ്ങനെ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പം അച്ഛനും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ അച്ഛനും മാമനും കൂടിയൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് അങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇതിലോട്ട് വന്നു. പിന്നെ പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോഴൊക്കെ ഡ്രംസ് അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അരീക്കര സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാണ് പിന്നെ ഇതിലോട്ട് കൂടുതൽ അവിടെ നിന്നുള്ള സപ്പോർട്ടും ടീച്ചർമാരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് പിന്നെ അവിടുന്ന് പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാണ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് നല്ല സപ്പോർട്ടൊക്കെ കിട്ടി. അങ്ങനെ പുറം പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞാണ് ഇതിലൊരു ഏകദേശം വായിക്കാനൊക്കെ ആയി റെഡിയായത്. കുറച്ചാൾ മുമ്പ് തന്നെ മഴവിൽ മനോരമയിലെ കിടില് എന്ന പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നു. പോയി ഒരുപാട് പ്രോഗ്രാമൊക്കെ അത് കഴിഞ്ഞ് തുടർച്ചയായി ഞങ്ങൾക്ക് കിട്ടി. അവിടെ പോയിട്ട് 1 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസും കിട്ടിയായിരുന്നു. ഞങ്ങളിപ്പോൾ പുറത്ത് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പ്രോഗ്രാം 10-40ഓളം വേദികൾ ചെയ്തു. അപ്പം അടുത്ത് മറ്റേ കുടുംബശ്രീ സരസ് മേളയിലൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ശിവഗിരിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ പുറത്തെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട്. അഭിഷേകിൻ്റെ ആ താളം എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഭിഷേകിനെ പോലുള്ള കൊച്ചു കലാകാരന്മാരെ ഉയർത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിഷേക് പുത്തനങ്ങാടിയെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. ഇനിയും നല്ല നല്ല കാഴ്ചകളും ഉത്സവങ്ങളും ആനയും ആനപ്പെരുമകളുമെല്ലാം സമീപിക്കുന്ന എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളുണ്ടാവണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹബഹുമാനത്തോടെ നന്ദി നമസ്കാരം അറിയിക്കുമ്പോൾ മറക്കരുത്, എൻ്റെ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാണാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മുഹമ്മയുടെ ഗ്രാമത്തിൻ്റെ ഒരു പൂരക്കാഴ്ചകളുടെ കാലമാണ് വരാൻ പോകുന്നത്. കാണുക.